മാഷെ, ഹമാസിൻ്റെ ചെയ്തികൾ അത് ലോകത്തെ ഒന്നടങ്കം എന്താ പറയുക, ദേഷ്യപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ കരയിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ സങ്കടത്തിലാഴ്ത്തുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. പിഞ്ചു കുഞ്ഞുങ്ങളെ കഴുത്ത് ഞെരിച്ച് കൊന്നത്. അതായത് കിഫറിൻ്റെയും ഏരിയൻ്റെയും 9 മാസം പ്രായമുള്ള കുഞ്ഞും 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞും അവരുടെ അമ്മയും, ഇവർ 3 പേരുമാണ് മരിച്ചിരിക്കുന്നത്. ഏകദേശം 15 മാസത്തോളം ബന്ദികളാക്കിയതിന് ശേഷം ഇവരുടെ മൃതദേഹം കൊടുത്തപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് കുഞ്ഞുങ്ങളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് മനസ്സിലാകുന്നത്. സത്യത്തിൽ ഈ വലിയ തീവ്രവാദി സംഘടനകളായ ഹമാസിനെയൊക്കെ കേരളത്തിൽ വലിയ ഫാൻസൊക്കെ ഉണ്ടാകുമ്പോൾ, താനപ്പുറത്ത് കയറ്റി ഇതിൻ്റെ നേതാക്കളെയൊക്കെ ആഘോഷിക്കപ്പെടുമ്പോൾ, ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിന് ഇവരൊക്കെ സമാധാനം പറയണ്ടേ? ഹമാസിൻ്റെ ചെയ്തികൾ ലോകത്ത് വെറുപ്പുളാക്കിയ സംഭവമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബന്ദികളായിരുന്നതിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഴുത്ത് ഞെരിച്ച് കൊന്നു എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർക്കെതിരെ വീണ്ടും ജനരോഷം ഉയർത്തുന്നതിന് കാരണമായിട്ട് ഇസ്രായേൽ പലസ്തീനിലെ 50,000-ത്തിലധികം ആളുകളെ കശാപ്പ് ചെയ്തു. അതിൽ നിരവധി സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അത്രയും വലിയ കശാപ്പ് അവർ നടത്തിയിട്ട് പോലും അതിനേക്കാളൊക്കെ വലിയ ശത്രുത, വലിയ വെറുപ്പ് ഏറ്റുവാങ്ങിയത് ഹമാസാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ജനങ്ങൾ എങ്ങനെയാണ് ഈ കാര്യത്തെ, ഈ വിഷയത്തെ സ്വീകരിച്ചത്? അതിലെപ്പോഴും കുറ്റക്കാർ ഹമാസായി മാറുന്നത് എന്തുകൊണ്ട്? എൻ്റെ കാരണം അവരാണ് അങ്ങോട്ട് ആദ്യം കയറി ആക്രമിച്ചത്. ആ അക്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ യുദ്ധം മുഴുവനും നടത്താൻ ഒരു ലൈസൻസ് ഇസ്രായേലികൾക്ക് കിട്ടുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു ദിവസം പെട്ടെന്ന് ഇസ്രായേൽ പ്രദേശത്തേക്ക് കടന്നു കയറി ആക്രമണം നടത്തി 2000-ത്തിലധികം ആളുകൾ ഇസ്രായേലികൾ കൊല്ലുകയും കുറേ ആളുകളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സംഭവത്തിൻ്റെ തുടർച്ചയാണ് പിന്നീട് ഈ യുദ്ധം മുഴുവൻ നടക്കുകയും. എനിക്ക് തോന്നുന്നത് ഗസ എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ ഇടിച്ചു നിരത്തി ഒന്നുമില്ല. അവിടെ ഒരു ജനപദം സമ്പൂർണ്ണമായിട്ട് രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അത്രയും ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് പോലും അതിനെതിരെ പൊതുസമൂഹം ചിന്തിക്കുന്നതിന് വിരുദ്ധമായ രീതിയിൽ ഹമാസിനെതിരെ ജനങ്ങളുടെ ചിന്തയും അതുപോലെ ജനങ്ങളുടെ പ്രവൃത്തിയും ഒക്കെ മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ നടത്തിയ ആ പ്രവർത്തനത്തിൻ്റെ തന്നെ ദുരന്തമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അവരത് ചെയ്യേണ്ടത് എന്തിനവർ ചെയ്തു എന്ന് പറയുന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, കുട്ടികൾ മരിക്കാം, ബന്ദികളായിരിക്കുന്ന ആളുകൾ വേണമെങ്കിൽ മരിക്കാം, അസുഖം വന്ന് മരിക്കാം, മറ്റേതെങ്കിലും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഞെരിച്ചു കൊന്നു എന്ന് പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇവർക്കെതിരെ നീളുന്ന ഏറ്റവും വലിയ ഒരു ഭീകരന്മാരുടെ പൈശാചികതയിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവമായിട്ട് മാറുകയാണ്. അല്ലെങ്കിലും പൊതുവെ ഭീകരപ്രവർത്തനത്തെ ഇന്നത്തെ ലോകത്തിന് ഒരു കാരണവശാലും സ്വീകരിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലം ഒരു കാലത്തും പറ്റില്ല എന്നുള്ളത്. കാരണം നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപദ്രവം നടത്തിയാൽ, നമ്മളെ ആരെങ്കിലും തിരിച്ചടിച്ചാൽ അത് മനസ്സിലാക്കാം. പക്ഷെ അതിന് പകരം നമ്മൾ വെറുതെ വഴിയേരിയിൽ കപ്പലണ്ടി കുറച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തൊട്ടരികളുള്ളൊരു ബോംബ് പൊട്ടിത്തെറിക്കുകയും നമ്മൾ ബലൂൺ കഷ്ണങ്ങളെപ്പോലെ പീറ കഷ്ണങ്ങളായിട്ട് തെറിച്ചു പോവുകയും ചെയ്യുന്നത്, അതിന് എന്ത് ന്യായമാണ് അതിന് പറയാൻ പറ്റുന്നത്? നമ്മളൊരു ഒരു തരത്തിലും ആരെയും ഉപദ്രവിക്കാതെ നിഷ്കളങ്കമായും സമാധാനപരമായും ജീവിക്കുന്ന സമയത്ത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇങ്ങനെയുള്ള സമാധാനകാംക്ഷികളെ കൊന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീകരപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ അപകടമാണ്. ചിലപ്പോൾ വലിയ ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലമായിരിക്കാം, ആഘോഷങ്ങൾ, നൃത്തവേദികൾ, ഇവിടെയൊക്കെയാണ് ഇവർ ഇരച്ചു കയറുകയോ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് സമാധാനപൂർവ്വം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസഹനീയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഹമാസ് മാറിയത് കൊണ്ടാണ് ഹമാസിനെതിരെ ഇത്രമാത്രം ജനവിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഹമാസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്തെ വലിയ തീവ്രവാദ സംഘടന ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള യഹ്യ സിൻവർ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിൽ മരണപ്പെട്ടതിലൊക്കെ നമ്മളാരും ആശ്ചര്യപ്പെട്ടിട്ട് കാര്യമില്ല. അത്രത്തോളം ക്രൂരതകളാണ് ലോകത്ത് അവർ ചെയ്തു കൂട്ടിയതെന്നുള്ളതാണ്. ഇവരെയൊക്കെ കേരളത്തിൽ ആഘോഷിക്കപ്പെടുമ്പോൾ എന്താണ് ഇവിടുത്തെ യുവത്വം ചിന്തിക്കുന്നത്? തീവ്രവാദികൾക്കൊക്കെ അവരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് അവരെ പിന്നെ ആഘോഷിക്കപ്പെടുന്നു. ഓട്ടോറിക്ഷയുടെ പുറകു സൈഡിൽ ഇവരാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീവ്രവാദികളുടെ ഫോട്ടോ വെച്ച് പിന്നെ ആഘോഷിക്കപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഒരു പുതുതലമുറയുണ്ട്.
തീവ്രവാദത്തെ എതിർക്കുകയാണ് ഇന്ത്യ എന്നൊരു ആവർത്തി പ്രധാനമന്ത്രി വിളിച്ചു പറയുമ്പോഴും അങ്ങനെയല്ല കേരളത്തിലുള്ള ഞങ്ങൾ തീവ്രവാദത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് എന്നുള്ളൊരു പിന്നെ കാഴ്ചപ്പാടല്ലേ ഇവർ ഒരുക്കി കൊടുക്കുന്നത്? ഇതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് വർഗീയതയാണ്, മതമാണ്. കേരളത്തിലുള്ള മുസ്ലിം ജനവിഭാഗത്തിൽ ഒരു വളരെ ചെറിയ ഒരു ഭാഗം, 1-2% അതിൽ കൂടുതലൊന്നുണ്ടായി, അവർ ഈ മുസ്ലിം എന്ന് പറയുന്നതായിട്ടുള്ള കൺസെപ്റ്റ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും തങ്ങളുടെ സഹോദരന്മാരാണ്, തങ്ങളുടെ ഭാഗമാണ് എന്ന് കരുതുകയും ഹമാസിൻ്റെ നേതാക്കളും പ്രവർത്തകരൊക്കെ തങ്ങളാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആ വലിയ മണ്ടത്തരമാണ്, വലിയ അബദ്ധമാണ് അവരെ കൊണ്ട് ഹമാസിനെ ന്യായീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രകടനങ്ങളും നടത്താൻ പ്രേരിപ്പിക്കുന്നത്. അതിന് സഹായകരമായി നിൽക്കുന്നത് ഈ മതബോധമാണ്, മതവർഗീയത തന്നെയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇന്ത്യയിൽ ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുമ്പോൾ അവർ കേരളീയരാണ്, അല്ലെ അവർ ഇന്ത്യക്കാരാണ്. ആ രീതിയിൽ അവർ ഈ കാര്യങ്ങൾ കാണേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കാണാതിരിക്കുമ്പോഴാണ് അവരൊരു സാർവദേശീയ മുസ്ലിം ഫണ്ടമെൻ്റലിസത്തിൻ്റെ വക്താക്കളായി മാറിത്തീരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുകയും അതിനെ അവർക്ക് ന്യായീകരിക്കാൻ കഴിയുകയും ചെയ്യുന്നത്. അത് അപകടമാണ്, അബദ്ധമാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. കാരണം ഒരു ദേശീയതയുടെ, നാഷണലിസത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സമ്പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് കഴിയില്ല. ദേശീയത ഇടുങ്ങിയ ദേശീയതയായിട്ട് വരുമ്പോഴാണ് അത് ഹിന്ദുത്വവാദമായിട്ടും ഹിന്ദു വർഗീയതയായിട്ടും വികസിക്കുന്നത്. അതിനെതിരെ ഉള്ള ഒരു വർഗീയതയായിട്ട് ഈ മുസ്ലിം വർഗീയത മാറുന്നു. അതിൽ അവർ കണ്ണും അതേപോലെ കാതുമില്ലാത്ത രീതിയിൽ, അന്ധമായ രീതിയിൽ ഈ ഹമാസിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. വലിയ അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണത്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും അവരുടെ നേതാക്കൾ, പുരോഹിതന്മാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ഡീകൺസ്ട്രക്ഷൻ ആവശ്യമാണ് ശരിക്കും. അങ്ങനെ ഡീകൺസ്ട്രക്റ്റ് ചെയ്താൽ മാത്രമാണ് നമ്മളുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥക്കനുസരിച്ചുള്ള ജീവിതത്തെ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. കേരളം മലയാളികളുടെ നാട് എന്നൊക്കെ പറയുന്ന ആ സങ്കല്പത്തിൽ എല്ലാവരും മലയാളികൾ മാത്രമായിരിക്കണം. അതല്ലാതെ അവർ കുറേ പേര് മുസ്ലിങ്ങൾ, കുറേ പേര് ഹിന്ദുക്കൾ, കുറേ പേര് ക്രിസ്ത്യാനികൾ, അങ്ങനെ ആകുന്ന ഒരു രീതി മാറി നമ്മൾ മലയാളികളാണ് എന്ന് പറയുന്ന പൊതുബോധത്തിനകത്ത് നിൽക്കുകയും ആ മലയാളിക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള മാത്രം പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ആളുകളായി ഇവരൊക്കെ മാറണം. അങ്ങനെ മാറിയാൽ മാത്രമാണ് നമുക്ക് സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ചും പുരോഗമനപരമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചും ജനാധിപത്യ ബോധത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഇത്തരത്തിൽ ഹമാസിൻ്റെ ചെയ്തികൾ അതിനെ നെതന്യാഹു നേരിടുന്ന രീതി ശരിയാണോ? ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രകോപനങ്ങളാണോ ഇവരെ കൊണ്ട് ഇത്തരം മൃഗീയമായ പൈശാചികമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്? അതൊരു പരിധിവരെ ശരിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് നീതി ലഭിക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നീതിപൂർവമായിട്ടുള്ള ജീവിതത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ നമുക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്. നിരന്തരം നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ആയുധം കയ്യിലെടുക്കും. ഇപ്പോൾ നെതന്യാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ പലസ്തീനിലെ സാധാരണക്കാരും അതിദരിദ്രമായിട്ടുള്ള മനുഷ്യരുടെ മേലുള്ള അതിപൈശാചികമായിട്ടുള്ള പ്രവൃത്തിയാണ്. അത് ഇതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഹമാസ് നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കാൾ രൂക്ഷമായിട്ടുള്ള രീതിയിൽ എതിർക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ആത്യന്തികമായിട്ടുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിലൊരുപാട് സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ അടഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിലൊരു പങ്ക് നെതന്യാഹുവിനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിനുണ്ട്. ഇനി അദ്ദേഹം വളരെ ശാന്തമായ രീതിയിലും നല്ല രീതിയിലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? അവിടെയുള്ള ഇസ്രായേൽ തീവ്രവാദികൾ, അവരും തീവ്രവാദികൾ തന്നെയാണ്, അവർ നെതന്യാഹുവിനെതിരായിട്ടുള്ള പ്രകടനം നടത്തുക, അയാളെ കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വളരെ നമുക്ക് ഒരിക്കൽ പോലും നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ ഈ തീവ്രവാദ സ്വഭാവങ്ങൾ അത് ജൂതന്മാരുടേതായാലും മുസ്ലിങ്ങളുടേതായാലും ക്രിസ്ത്യാനികളുടെയായാലും ഹിന്ദുക്കളുടെയായാലും മാറുന്നുണ്ട് എന്നുള്ളത് ഈ കാലത്തെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു രൂപപ്പെടലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു മെറ്റാമോർഫോസിസാണ്, പുതിയ ഒരു തരത്തിലുള്ള രൂപാന്തരം, പുതിയ രീതിയിലേക്ക് സമൂഹം മാറുന്നതിൻ്റെ ഫലമായി സംഭവിക്കുന്നത്. ഇപ്പോൾ കേരളം നമ്മൾ വല്ലാതെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. കാരണം എപ്പോഴാണ് നമ്മളുടെ പള്ളക്കൊരു കത്തി കയറുക എന്നറിയാൻ പാടില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ സാമൂഹ്യാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ മദ്യം, മയക്കുമരുന്ന്, മദ്യത്തെ മാറ്റി വെച്ചാൽ തന്നെ
മയക്കുമരുന്നെന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ മനുഷ്യൻ്റെ ബോധത്തെ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. ബോധമില്ലാത്ത പിണ്ടങ്ങളായിട്ട് മനുഷ്യൻ മാറ്റുന്ന രീതിയിലേക്ക് മാറുകയാണ്. ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു സ്പിരിറ്റ് തന്നെയാണ് ഈ ആനപ്പുറത്ത് ഹമാസിനെ എഴുന്നള്ളിക്കുന്നതിലും പിന്നിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപകടമാണ്. അങ്ങനെ മനുഷ്യരാകാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ എന്ത് പറയുന്ന സമയത്തും പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് ചിന്തിക്കാനായിട്ടുള്ളൊരു ചെറിയ ബോധം നമുക്ക് ബാക്കി വെക്കാനായിട്ട് കഴിയണം. എങ്കിലേ നമുക്ക് നമ്മളെ വിമർശിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കാൻ പറ്റുള്ളൂ, അതുപോലെ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും വിമർശിക്കാനായിട്ട് കഴിയുള്ളൂ. ആ വിമർശന സ്വഭാവം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ മൈൻഡ് എവിടെയൊക്കെയാണ് ലോസ് ചെയ്യുന്നത്, നഷ്ടപ്പെടുന്നത്, അവിടെയാണ് ഈ മതഭ്രാന്തും അതേപോലെ തന്നെ തീവ്രവാദമൊക്കെ തലക്കടിച്ച് കയറുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മനുഷ്യനെ എപ്പോഴും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അവനെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം, നീ നിന്നെയും നിൻ്റെ ചുറ്റുപാടിനെയും സ്നേഹിക്കുക, വിമർശിക്കുക എന്നുള്ളത് തന്നെ. അതിനെ പഠിക്കുക, അതിനെ വിമർശിക്കുക. അപ്പോഴാണ് നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. തീർച്ചയായും.